ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് സ്പെഷ്യലായിട്ടുള്ള ഒരു ചിക്കൻ ഡിഷാണ്. ഇതിന് നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ചിക്കൻ കഴുകി വൃത്തിയാക്കിയത്, കുറച്ച് പുതിനയില, കുറച്ച് മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, സവാള അരിഞ്ഞത് ചെറുതായി അരിഞ്ഞത്, കുറച്ച് കാഷ്യൂ നട്ട്, ആവശ്യത്തിന് ഉപ്പ്. ഇത്രയൊക്കെയാണ് നമുക്ക് വേണ്ടത്. ഒരു പാൻ എടുത്ത് അതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിക്കുക. ഓപ്ഷണലാണ് എണ്ണ, നമുക്ക് ഇഷ്ടമുള്ള എണ്ണ ചേർക്കാവുന്നതാണ്. ഞാനിവിടെ ഉപയോഗിച്ചിരിക്കുന്നത് വെളിച്ചെണ്ണയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ അതിലേക്ക് നമുക്ക് സവാളയും ഇഞ്ചിയും ചേർത്ത് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാള നല്ലതായിട്ട് ഒരുവിധം വഴറ്റി എടുക്കുക. അധികം കരിഞ്ഞു പോകേണ്ട ആവശ്യമില്ല. വഴറ്റിയെടുക്കുക. സവാള വഴന്ന് വരുമ്പോഴത്തേക്ക് നമുക്ക് മിക്സിയുടെ ജാറിലേക്ക് പുതിനയില, മല്ലിയില, പച്ചമുളക് എന്നിവ ചേർത്ത് നന്നായിട്ട് പേസ്റ്റ് തയ്യാറാക്കുക. നമുക്ക് അല്പം വെള്ളം ഒഴിച്ച് അരച്ച് എടുക്കാവുന്നതാണ്. എരിവ് ആവശ്യത്തിന് നമുക്ക് കുറച്ചോ കൂടുതലോ ചേർക്കാം. അത് നമ്മളുടെ ഓപ്ഷണലാണ്. അതൊക്കെ നമ്മുടെ പേഴ്സണലായിട്ടുള്ള ഇഷ്ടങ്ങൾക്കനുസരിച്ച് അത് കൂട്ടുകയോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാവുന്നതാണ്. ഇത് നന്നായി പേസ്റ്റാക്കി അരച്ച് മാറ്റിയെടുക്കുക. അതിനുശേഷം വഴറ്റിയെടുത്ത ഉള്ളിയിൽ കുറച്ച് ഭാഗം കൂടി ഈ അരപ്പിനോട് ചേർത്ത് നന്നായി അരച്ച് മാറ്റി വയ്ക്കുക. നമുക്ക് ആവശ്യത്തിന് ഗ്രേവിക്ക് അനുസരിച്ചിട്ട് വെള്ളം ചേർക്കാവുന്നതാണ്. അപ്പോൾ നമ്മൾ ഉപ്പും അല്പം കുരുമുളക് പൊടിയും ചേർത്ത് വേവിച്ച് ചിക്കൻ മാറ്റി വയ്ക്കുക. ഈ ബാക്കി വന്ന് വഴറ്റിയ ഉള്ളിയിലേക്ക് ഈ ഉപ്പ് ചേർത്ത് വേവിച്ച ചിക്കൻ ചേർത്ത് നന്നായി ഇളക്കി ചൂടാക്കിയതിന് ശേഷം നമ്മൾ അരച്ച് ഉണ്ടാക്കി വെച്ചിരിക്കുന്ന ഗ്രേവി, പുതിനയില, മല്ലിയില, പച്ചമുളക്, ഇഞ്ചി, സവാള, കാഷ്യൂ നട്ട് ചേർന്ന ഈ ഗ്രേവി അതിലേക്ക് ചേർത്ത് നന്നായി ഇളക്കി ആവശ്യത്തിന് ഉപ്പും ചേർത്ത്, ആവശ്യത്തിന് ഉപ്പും വെള്ളവും അത് നമ്മളുടെ ആവശ്യത്തിനനുസരിച്ച്, നമുക്ക് എത്ര ഗ്രേവി വേണോ അതനുസരിച്ചിട്ട് ആവശ്യത്തിന് ഉപ്പും ചേർത്ത് നല്ലതുപോലെ തിളപ്പിക്കുക. ചൂടായിക്കൊണ്ടിരിക്കാൻ നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. കുറവെന്ന് തോന്നുവാണെങ്കിൽ ഇച്ചിരി കൂടെ വെള്ളം ചേർത്ത് കൊടുക്കാവുന്നതാണ്. നമുക്ക് നല്ലപോലെ ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം തിളപ്പിച്ച് എടുക്കുക കറി. ചെറുതായിട്ട് കറിയിൽ ചൂടായി വരുന്നുണ്ട്, തിള വരുന്നുണ്ട് കറിയിൽ നല്ലതുപോലെ.
കറി നല്ലതുപോലെ തിളച്ച് വറ്റാൻ തുടങ്ങുന്ന സമയമാകുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാവുന്നതാണ്. തീ ഓഫ് ചെയ്ത് വെക്കാവുന്നതാണ്. അതിനകത്ത് നമുക്ക് വേണമെങ്കിൽ ഒരല്പം മല്ലിയിലയിട്ട് ഗാർണിഷ് ചെയ്യാം. ഒരല്പം ഫ്രഷ് ക്രീം കൂടെ ചേർക്കുകയാണെങ്കിൽ കറിക്ക് സ്വാദ് കൂടും. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, അഭിപ്രായം പറയുക, പ്രോത്സാഹിപ്പിക്കുക. നന്ദി എല്ലാവർക്കും.